ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 24 പ്രഹ്ലാദ ചരിതം. ശ്ലോകം 1. ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ദേവഭവതാ ഹതേശോകക്രോധഗ്ലപിതധൃതരേതസ്യ സഹജഗ ഹിരണ്യപ്രാരംഭകശുപുരമരാരാധി സദസി പ്രതിജ്ഞാമാദേന തവ കില വധാർത്ഥം മധുരിപോ. പദം. ഹിരണ്യാക്ഷി പോത്രിപ്രവരവപുഷ ദേവഭവതാ ഹതി ശോകക്രോധഗ്ലപിതധൃതിഃ ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കശിപു അമര അരാധി സദസി പ്രതിജ്ഞാ ആദേനെ തവ കില വദ അർത്ഥം മധുരിവോ. അർത്ഥം. ഹേ ദേവ, വരാഹശ്രേഷ്ഠ സ്വരൂപനായ അങ്ങ് ഹിരണ്യാക്ഷനെ കൊന്നപ്പോൾ ശോകക്രോധാധിക്യത്താൽ മനസ്സമാധാനം നശിച്ച ഹിരണ്യാക്ഷ സഹോദരനായ ഹിരണ്യകശിപു, ഹേ മതവൈരിയായ ഭഗവാനെ, അങ്ങയെ വധിക്കുമെന്ന് അസുര സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു. ശ്ലോകം 2. വിദാധാരം ഘോരം സകല തപസിത്വാന ചിരതഃ പുരഃസാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിദം പരിക്ഷുദ്ധൻ ഇന്ദ്രാത് അഹരദദിവം ത്വാമഗണയൻ. പദം. വിദാധാരം ഘോരം സ ഖലു തപസിത്വാ ന ചിരതഃ പുര സാക്ഷാത് കുർവൻ സുരനര മൃഗ ആദ്യൈ അനിധനം വരം ലബ്ധ്വാ തൃപ്ത ജഗത് ഇഹ ഭവന്നായകം ഇദം പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാം അഗണയൻ. അർത്ഥം. പ്രതിജ്ഞാനിർവഹണത്തിനു വേണ്ടി അവൻ താമസിയാതെ തപസ് ചെയ്യുകയും ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കുകയും ചെയ്തു. ബ്രഹ്മാവിൽ നിന്ന് ദേവന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ എന്നിവയാൽ വധിക്കപ്പെടുകയില്ലെന്ന വരം നേടിയ ഹിരണ്യകശിപു അഹങ്കരിച്ച് അങ്ങ് നായകനായി ഈ ലോകത്തെ നശിപ്പിക്കുകയും അങ്ങയെ അവഗണിച്ചുകൊണ്ട് ഇന്ദ്രനിൽ നിന്ന് സ്വർഗലോകം കവർന്നെടുക്കുകയും ചെയ്തു. ശ്ലോകം 3. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിവോ ബഹിർദൃഷ്ടിരന്തദ്ദിതഹൃദേ സൂക്ഷ്മവപുഷാ നദന്യുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേജ മൃഗയൻ ഭിയായാദം മത്വാ സകലുജിത കാശീ നിവവൃതേ. പദം. നിഹന്തും ത്വാം ഭൂയ തവ പദം അവാപ്തസ്യ ചരിവോ ബഹി ദൃഷ്ടേ അന്തർദദിത ഹൃദയേ സൂക്ഷ്മ വപുഷ നദൻ ഉച്ചൈ തത്ര അഭി അഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയാ യാദം മത്വാ സ ഖലു ജിതകാശീ നിവവൃതേ. അർത്ഥം. പിന്നീട് അങ്ങയെ വധിക്കാനായി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന അവൻ്റെ ബാഹ്യദൃഷ്ടിയിൽ നിന്നും മറഞ്ഞ് അങ്ങ് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മ ശരീരനായി ലയിച്ചു ചേർന്നു. വൈകുണ്ഠത്തിലും മറ്റെല്ലാ ലോകങ്ങളിലും അങ്ങയെ തിരഞ്ഞ് അവൻ അങ്ങ് ഭീതനായി പലായനം ചെയ്തിരിക്കുമെന്ന് കരുതി വിജയഭാവത്തോടെ പിന്തിരിഞ്ഞു. ശ്ലോകം 4. തതോസ്യ പ്രഹ്ലാദ സമജനിസുതോ തീർഭവസദൗ മുനേർവീണാപാണി അധിഗത ഭവദ്ഭക്തിമഹിമ സവൈജാത്യാ ദൈത്യ ശിശു അഭിസമേത്യ ത്വൈരതീം ഗതസ്ത്വത്ഭക്താനാം വരദ പരമോദാഹരണതാം. പദം. തതഃ സസ്യ പ്രഹ്ലാദ സമജനി സുത ഗർഭ വസദൗ മുനേ വീണാ പാണേ അധിഗത ഭവത് ഭക്തി മഹിമ സ വൈ ജാത്യ ദൈത്യ ശിശു അഭി സമേത്യ ത്വയി ഗത ത്വത്ഭക്താനാം വരദ പരമ ഉദാഹരണത. അർത്ഥം.
തദനന്തരം ഗർഭസ്ഥിതനായിരിക്കുമ്പോൾ തന്നെ തമ്പുരുവേന്തിയ നാരദ മഹർഷിയാൽ വിഷ്ണുഭക്തി പ്രഭാവം ഉപദേശിക്കപ്പെട്ട പ്രഹ്ലാദൻ എന്ന പുത്രൻ ഹിരണ്യകശിപുവിന് ജനിച്ചു. വരദായകനായ ഭഗവാനെ, ജന്മനാ അസുരനും ശിശുവുമായ പ്രഹ്ലാദകുമാരൻ അങ്ങയുടെ ഭക്തനായി തീരുകയും ഭക്തന്മാർക്ക് ഏറ്റവും വലിയ മാതൃകയായി തീരുകയും ചെയ്തു. ശ്ലോകം 5. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇതമിതമഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃതേ. പദം: സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭി അശിഷിക്ഷത് ചിരം അമും ഗുരുപ്രോക്തം ച അസൗ ഇതം അഭദ്രായ ദൃഢം ഇതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യാ ഏവ വവൃതേ. അർത്ഥം: അസുരന്മാരാൽ പരിഹസിക്കപ്പെടുന്ന അങ്ങയുടെ പാദഭക്തി സ്വപുത്രനിൽ പ്രത്യക്ഷ രൂപത്തിൽ കണ്ടപ്പോൾ ദുരാത്മാവായ ഹിരണ്യകശിപു അവനെ ചിരകാലം ഗുരുനാഥന്മാരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കാൻ അയച്ചു. ഗുരുക്കളുടെ ഉപദേശങ്ങളിൽ ഇന്ന കാര്യങ്ങൾ അശുഭകരങ്ങളാണെന്നും പറഞ്ഞ് ഉപേക്ഷിച്ച പ്രഹ്ലാദൻ അങ്ങയുടെ പാദഭക്തിയോടൊത്ത് വളർന്നു വന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.